വിഷുവിന്റെ മകള് പീലി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു, എൻ്റെ അടുത്ത് ചോദിച്ചു, രചന ആന്റിക്ക് അല്ല രചന ചേച്ചിന്നാ വിളിക്കണം അല്ലേ എന്നെ? രചനയുടെ സത്യം പെട്ടെന്ന് രമേഷ് പിഷാരടിയുടെ മുമ്പിലോട്ടാണോ പോകുന്നതെന്നാ ചോദിച്ചേ. ഞാൻ വിചാരിച്ചിട്ട് വല്ല സിംഹോ കാണ്ടാമൃഗോ വല്ലതും ആണോ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മേനാന്ന്. അതിനു മുമ്പ് ഞാൻ സ്ത്രീ ആയിരുന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത്? ആ കൂട്ടത്തില് എൻ്റെ ഒരു മാമൻ, മാമന്മാരും അമ്മായിമാരും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും അല്ലാതായി പോയത്. മേലാസകലം മുഴുക്കേ ക്ഷീണോണ് ഹേ. Once upon a time, once upon a time, once upon a time, once upon a time. ഹലോ നമസ്കാരം, സ്വാഗതം. ഇത് Once Upon a Time സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. അപ്പോൾ ചിരി വഴികളിലെ രസനിമിഷങ്ങൾക്ക് മോഡ് നൽകാനായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസ് രമേഷ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. ശരിക്കും പറഞ്ഞാൽ സ്കൂളുകളൊക്കെ അടയ്ക്കാൻ പോകുന്നു. അതിന് മുൻപായിട്ട് പരീക്ഷ കാലമാണ്. പിള്ളേർക്ക് ഞാൻ ഇതൊക്കെ പഠിച്ച കാലത്ത് ഉപേക്ഷിച്ച കേസ് വെറുതെ ഓർമ്മിപ്പിക്കാൻ നിൽക്കരുത്. വേണ്ട, ഞാനത് അന്ന് തന്നെ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ പരീക്ഷ കാലത്തെ കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഇത്രയും കാലം പരീക്ഷ എഴുതി ജയിക്കാണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് പോകും. അത് നിയമമല്ലേ? നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിലോട്ട് തള്ളിയിട്ട് എല്ലാ സ്റ്റെപ്പ് ഉരുണ്ട് താഴെ വരെ പോകുമല്ലോ തന്നെ താനെ എന്ന് പറഞ്ഞാൽ ഒന്നിച്ചേർത്താൽ 10 ഇത് തീരുള്ളൂ. അങ്ങനെ തീർന്നതാ. രചന എങ്ങനെയായിരുന്നു? പരീക്ഷയുടെ തലേ ദിവസം പഠിക്കുന്ന കുട്ടിയായിരുന്നോ അതോ ആദ്യം മുതലേ എല്ലാ ചാപ്റ്റേഴ്സും ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ പഠിക്കുന്ന കുട്ടിയായിരുന്നോ? പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്ന കുട്ടിയാണല്ലേ. ഞാൻ അങ്ങനെയല്ല, ഞാൻ കാര്യമായിട്ട് പഠിക്കാറേ ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ എനിക്ക് ചില ഭാഗ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ ആകെ 4 ഉത്തരങ്ങളൊക്കെ പഠിക്കുള്ളൂ. ആ 4 തന്നെ പരീക്ഷയ്ക്ക് വരും. അങ്ങനെ ഒരു വലിയ ഭാഗ്യമുള്ള ആളാണ്. പിന്നെ എനിക്ക് ക്ലാസ്സിൽ ഇരിക്കുമ്പോ കേട്ട ഓർമ്മയുണ്ടാവും. പിന്നെ ഭാവനയുണ്ട്. ജസ്റ്റ് ഒന്ന് തുടക്കം കിട്ടിയ 1-ാം ലോക മഹായുദ്ധത്തിന്റെ കാരണം ഫലം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരെണ്ണം എഴുതി അങ്ങ് ഉണ്ടാക്കും. അത് ടീച്ചറിന് പോലും പുസ്തകത്തിലുള്ളതിനേക്കാളും ശരി ഇവൻ എഴുതിയതാണല്ലോ, ഇതാണെന്ന് സംശയം തോന്നുന്ന രീതിയിൽ എഴുതും. അങ്ങനത്തെ പരിപാടികൾ. കോപ്പി അടിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഇനി മാർക്ക് കുറവായി എന്നുള്ളൊരു പ്രശ്നം എനിക്കില്ല. പിന്നെ എന്തിനു ഞാൻ കോപ്പി അടിച്ച് റിസ്ക് എടുക്കണം? പിടുത്തം കിട്ടിയ ഞാൻ ഈ സ്കൂളിലെ സാധാരണ സമയങ്ങളിലെ 3-ാം ക്ലാസ് 4-ാം ക്ലാസ്സിലൊക്കെ ഈ ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ ഒന്നും ജീവിതത്തിൽ എവിടെയും കണക്ക് കൂട്ടുന്ന ഒരു പരീക്ഷയല്ലെന്നുള്ള ബോധ്യം എനിക്ക് അന്ന് കാലത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എഴുതിയിട്ട് കറക്റ്റ് എനിക്ക് തന്നെ ഞാൻ കണക്ക് കൂട്ടി നോക്കുമായിരുന്നു. പരീക്ഷയ്ക്ക് 8-ൽ 9-ലൊക്കെ ഓണപരീക്ഷയ്ക്കൊക്കെ ഞാൻ ഒരു 2.5 കിട്ടി, ഒരു 18 19 മാർക്ക് പാസ്സാവേണ്ട മാർക്കായ ഞാൻ എടുത്തു നിർത്തും. എന്തിനാ വെറുതെ 5 വർഷം MBBS പഠിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വിദേശത്തേക്ക് പോകാൻ 2 വർഷം വേറെ ഏതോ ഒരു കോഴ്സും പഠിച്ച് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇപ്പൊ DJയാ. MBBS നന്നായിട്ട് പാസ്സായി എന്നിട്ട് വിദേശത്തേക്ക് പോകാനുള്ള ഏതൊക്കെയോ കോഴ്സുകളൊക്കെ പഠിച്ച് എല്ലാം കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു കല്യാണം വീടിച്ചപ്പോ നിന്ന് ടിംച്ചിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ബന്ധമൊന്നുമില്ല. നമ്മുടെ ചോയ്സ് ആണ്. ആസ് ലോങ് ആസ് വി ആർ ഹാപ്പി നമുക്കത് മതി. അപ്പോൾ ഇതാണ് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. നമ്മുടെ ഷോയുടെ എയിമും അത് തന്നെയാണ്, എല്ലാവരും ഹാപ്പി ആയിട്ട് വെക്കാൻ. നിനക്ക് 10-ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എന്നിട്ട് ഞങ്ങളങ്ങ് പൊക്കോളാം. എനിക്ക് 85% മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ വിഷുവിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു? എനിക്ക് 1 മാർക്കിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി. എന്റെ അറിവിൽ 260 എങ്ങാണ്ടല്ലേ ഫസ്റ്റ് ക്ലാസ്സിന് വേണ്ടത്? ആണോ? 360 വേണമായിരുന്നു. 360 വേണ്ടെങ്കിൽ എനിക്ക് 361 ഉണ്ട് മാർക്ക്. അങ്ങനെ ഫസ്റ്റ് ക്ലാസ് കിട്ടിയ. എന്റെ ഈ സൈഡൊക്കെ മുറിഞ്ഞു ആ സമയത്ത്. 2 കൈയുടെ ഇപ്പുറം തട്ടിമുട്ടി പാസ്സായതാണ്. എനിക്ക് ഗ്രേസ് മാർക്ക് കൂട്ടിയിട്ട് സ്റ്റേറ്റ് ലെവൽ മിമിക്രി ഒക്കെ പ്രൈസ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ കൂട്ടിയിട്ട് 502 മാർക്ക്. 10-ല് എനിക്ക് റിസൾട്ട് വരുമല്ലോ. റിസൾട്ട് വരുമ്പോൾ എന്റെ വീട്ടിൽ പേപ്പർ വരുത്തുന്നില്ല. അന്ന് ഈ ലോട്ടറിക്ക് റിസൾട്ട് നോക്കുന്ന നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ചെന്നിട്ട് ഒരു പേപ്പറിന്റെ 3 ഷീറ്റ് മുഴുവൻ നമ്പറുണ്ട്, കുനുകുനുകുനുന്ന നമ്പർ ഉണ്ട്. ഇതിനകത്ത് നോക്കിയപ്പം ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പം ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്ക് 2nd ക്ലാസ്സിലാണ് എൻ്റെ പ്രതീക്ഷ. മാർക്ക് പിന്നെ വരുമ്പോഴേ മാർക്ക് അറിയുള്ളൂ എത്രയാന്നുള്ളത്. മാർക്ക് നോക്കിയപ്പോൾ എനിക്ക് 1 മാർക്കിനാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയേക്കുന്നത്. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് രംഗീല എന്ന് പറയുന്ന സിനിമയുടെ കാസറ്റ് ഇട്ടിട്ട് പാട്ട് നല്ല ഒച്ചത്തി വെച്ച് ഡാൻസ് കളിക്കുക. അമ്മയൊക്കെ വന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇവൻ ഇതിന് ഇത്രയും സന്തോഷിക്കാൻ മാത്രം എന്തിരിക്കുന്നു.
കാരണം എന്റെ രണ്ട് ചേട്ടനും 2 ചേച്ചിമാരൊക്കെ എല്ലാം ഡിസ്റ്റിങ്ഷൻ പാർട്ടിക്കാരാണ്. അവരെല്ലാം എല്ലാം മറ്റേ അലാറും വെച്ച് പരീക്ഷ എഴുതി ടെസ്റ്റ് എഴുതി ജോലിയൊക്കെ മേടിച്ചവരാ. ഞാൻ ഡെങ്കിയിലെ തനുഹ വെച്ച് ഡാൻസ് കളിക്കാൻ കട്ടിച്ച് 1 മാർക്കിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയിട്ട് അവർക്ക് ഇന്നും അതിലൊന്നും സന്തോഷിക്കാനൊന്നും കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരാളുടെ കൂടി 10 മാർക്സ് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സത്യം പറയോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, പക്ഷെ ഞാൻ വിളിച്ച് ചോദിച്ചു നോക്കാം അല്ലേ? യെസ്, ടാറ്റാ പ്രോ മാക്സ്. ഹായ്. അല്ലേ താത്ത, താത്തയുടെ 10ാം ക്ലാസ് എങ്ങനെയായിരുന്നു? എൻ്റെ 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ മക്കളെ, ഇന്നത്തെ കാലത്തുള്ള നിങ്ങൾക്കുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ല. ഇന്ന് നിങ്ങൾക്ക് മൊബൈലുണ്ട്, അതുപോലെ വാട്സാപ്പ് ഉണ്ട്, അതുപോലെ ഓരോരോ ഗൂഗിളുണ്ട്, സംശയം തോന്നി അതിൽ നോക്കാം, അങ്ങനെ ഒരുപാട് ട്യൂഷനുകളുണ്ട്. ഇതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അതെ അതെ അതെ. ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എന്തൊക്കെ പാട് കഴിച്ചാൽ ഞാനും വീരാനിക്കും തമ്മിൽ കണ്ടിരുന്നേന്നറിയാമോ? അതല്ല, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ പ്രേമിച്ചാരും അല്ല അവിടെ ചോദിച്ചത്. പിന്നെന്താ? 10ലെ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? മാർക്ക് മോൻ എത്ര മാർക്കിനാണ് ഇത്? എനിക്ക് 1 മാർക്കിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത്. ഞാനൊക്കെ 10ൽ പഠിക്കുമ്പോ 210 പാസ് മാർക്ക്. പക്ഷെ 1 മാർക്കിനാണ് ഞാൻ തോറ്റുപോയത്. അയ്യോ, 209 മാർക്ക്. അല്ല, എല്ലാ വിഷയത്തിനും കൂടി 1 മാർക്ക്. അത്രേ കിട്ടിയുള്ളൂ. അത്ര കിട്ടിയോ? അല്ല വീരാനൊക്കെ ക്ലാസ്മേറ്റ് ആയിരുന്നോ? ക്ലാസ്മേറ്റ്സ് ഒന്നുമല്ല, പിന്നെ? ഉച്ചക്കഞ്ഞിക്ക് വിറക് കീറാൻ വന്നത്. അങ്ങനെ ഒരു ഇതുണ്ട് പുള്ളിക്ക് സ്കൂളിൽ പോയത്. അങ്ങനെ ആയിരിക്കണം. പക്ഷെ എന്നാലും പുള്ളിയുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്, പുള്ളിയുടെ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് ഇന്ത്യക്കാര് ചന്ദ്രയാൻ എന്ന് പറഞ്ഞിട്ട് സംഭവം വിട്ടില്ലേ, റോക്കറ്റ് വിട്ടത്. അത് പുള്ളിയുടെ ഒരു ഐഡിയ ആയിരുന്നു അത്. അത് ഇവിടുന്ന് അവര് എത്രയും ദൂരെ പോയി അത് സേഫ് ലാൻഡ് ചെയ്ത് ക്രൗൾ ചെയ്ത് എന്ത് പാടുള്ള സാധനമാണ്. അതെങ്ങനെ പോയത് നീ ഒന്ന് പറഞ്ഞ? അത് മോളിൽ ചെന്നിട്ട് ഇങ്ങനെ കറങ്ങി. അത് ഇവിടുന്ന് ചെന്നു, ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് 3 വട്ടം ഭ്രമണം ഒക്കെ ചെയ്തിട്ട് അവിടെ ലാൻഡ് സേഫ് ആണോ നോക്കി അവിടെ സേഫ് ലാൻഡ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്നൊരു സാധനം വിച്ഛേദിക്കപ്പെട്ട് അത് കുറച്ച് ദൂരം നിരത്തൂടെ കയറി അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയല്ലേ അത്? വീരാനിക്ക് ഇതുപോലെ തന്നെ. വീരാനിക്ക് ഒരു MIT സ്കൂട്ടർ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ബാറിൽ നിന്ന് നല്ല ഫുൾ ടാങ്ക് അടിച്ചിട്ട് പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ വരും. വന്നിട്ട് നമ്മുടെ വീടിന്റെ അവിടെ ചുറ്റിൽ ഇങ്ങനെ പുള്ളി റൗണ്ട് അടിച്ച് വീക്ഷിക്കും. സ്ഥലം എങ്ങനെയുണ്ട്, സേഫ് ആണോ എന്ന് സൂക്ഷിക്കും. സേഫാണ്, എൻ്റെ തലവട്ട അകത്തില്ല എന്ന് കണ്ട പുള്ളി പതുക്കെ ഗേറ്റിൻ്റെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കയറും. പിന്നെ അവിടെ ആ ഒരു പുൽത്തകടിയൊക്കെ ഉണ്ട്, അവിടെ വന്ന് പുള്ളി അങ്ങോട്ട് സേഫ് ലാൻഡ് ചെയ്യും. സേഫ് ലാൻഡ് ചെയ്ത് നമ്മൾ ബാതിൽ ഓർക്കുമ്പോൾ റോവർ അഴിഞ്ഞ് വന്നായിരിക്കും പുള്ളി ഇങ്ങനെ അഴിഞ്ഞ് പിന്നെ പക്ഷേ കൺട്രോൾ നമ്മുടെ അടുത്തായിരിക്കും കേട്ടോ. മൊത്തം കൺട്രോൾ നമ്മുടെ അടുത്തായിരിക്കും. നീ ഇങ്ങനെ ചിരിച്ചു കഴിഞ്ഞാൽ അത് ആൾക്കാരെ വിളിക്കൂള്ളേ. വിളിക്കട്ടെ? ആ പിന്നെ. അപ്പോ ഇന്ന് മത്സരിക്കുന്നവർ സാൻഡി ആൻഡ് ജയശ്രീ. സാൻഡി, ജയശ്രീ ചേച്ചി, വീണ്ടും സ്വാഗതം. രണ്ടുപേരും കഴിഞ്ഞ വട്ടം വന്നതിലും നിന്നും വ്യത്യസ്തമായിട്ടൊരു കോസ്റ്റ്യൂം ഇട്ടാണ് വന്നിരിക്കുന്നത്. എന്താണ് ആ ചേഞ്ചിന് പിന്നിലുള്ള ഒരു ഉദ്ദേശം? ഇന്ന് രാവിലെ തന്നെ ഇവളുടെ കൂടെ ഒരു സെൽഫി ഞാൻ അങ്ങോട്ട് എടുത്തു. എന്നിട്ട് എന്റെ ഓഫീസിലെ ഗ്രൂപ്പിൽ അങ്ങ് ഇട്ടു. മരുമോളാണോ എന്ന് ചോദ്യം തുടങ്ങി. പിന്നെ മരുമോളുടെ കൂടെ അമ്മായിയമ്മയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരുങ്ങണ്ടേ? ഇനി ഈ നമ്മുടെ സ്കിറ്റ്, നമ്മുടെ കണ്ടന്റ് പോരെന്നുണ്ടെങ്കിലും ഇതിൽ ഇച്ചിരി തിളക്കം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിലങ്ങ് നിങ്ങളുടെ ശ്രദ്ധ പൊക്കോളുമല്ലോ. ഡൈവേർട്ട് ചെയ്ത് കളയാ, അതാണ് ഉദ്ദേശിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം സാരി എടുത്ത് മുടിയൊന്ന് അഴിച്ച് ഇട്ടപ്പോഴത്തേക്കും എനിക്ക് കിട്ടാത്ത ട്രോളുകളില്ല. അപ്പൊ ഈ പ്രാവശ്യം അത് ഒന്ന് വേണ്ടാന്ന് വിചാരിച്ചു. ട്രോളിന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു. എല്ലാരും പറഞ്ഞു അളിയാ നീ മുടി ഒന്ന് കെട്ടി വെക്കണം, സാരി എടുത്തോണ്ട് ഇനി ജന്മത്ത് കയറരുത് എന്ന് പറഞ്ഞു. സാരി പക്ഷെ എടുത്തിട്ട് നല്ല രസമായിരുന്നു അന്ന്. നമുക്ക് അടുത്ത പ്രാവശ്യം അതാ നമ്മളങ്ങനെ തളരാനൊന്നും പാടില്ല ഒരിക്കലും. എന്ത് പറഞ്ഞു സ്റ്റാൻഡപ്പ് കോമഡി കണ്ടിട്ട് സുഹൃത്തുക്കളും കൂടെ വർക്ക് ചെയ്യുന്നവരും ബന്ധുക്കളും ഒക്കെ എന്ത് പറഞ്ഞു? ഒരു അഭിപ്രായം പങ്കുവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പായിരുന്നു രമേഷ് പിഷാരടിയുടെ മുമ്പിലോട്ടാണോ പോകുന്നതെന്നാ ചോദിച്ചേ. ഞാൻ വിചാരിച്ചു വല്ല സിംഹോ കാണ്ടാമൃഗോ വല്ലോ ആണോ. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് മാനാന്ന്. ഈ മാനല്ല, മാനോ, MAN മാനാന്ന്. അതിനു മുമ്പ് ഞാൻ സ്ത്രീ ആയിരുന്നു എന്നാണോ നിങ്ങൾ വിചാരിച്ചിരുന്നത്?
നിങ്ങൾക്ക് ഒരു കോമഡി കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട് വെറുതെ എന്റെ പുതുവത്ത് കയറുകയാണോ ദൈവമേ. ഇവിടെ വന്ന് നേരിട്ട് കണ്ടപ്പോഴും മനസ്സിലായ മാനാണെന്ന്. കടിച്ചു കീറി തിന്നുവെന്നാ ഞാൻ വിചാരിച്ചത്. അവർക്ക് എന്നെക്കാളും പേടിയായിരുന്നു. രമേഷ് പിഷാരുടെ മുമ്പിലോട്ടാണോ ജയസൂര്യ അവർക്ക് അങ്ങനെയാണോ വിചാരിച്ചു അങ്ങനെയാണോ impression? അവർ എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഭീമന്റെ ചേട്ടനെയൊക്കെ പറ്റി ഇവരെന്താ വിചാരിക്കുന്നത്? ആ വളരെ സാത്വികനും സമാനത്തോടെ നടക്കുന്ന ഞാൻ കടിച്ചു. ആ പേടമാൻ എന്ന് വല്ലതും പറയണോ അതോ കലമാൻ എന്ന് പറയണോ? എന്നെയാ? അല്ല, ഇപ്പുറത്ത് രചന എന്ത് മാനാണ്? അത് പിന്നെ പേടമാനല്ലേ? അത് പേടമാൻ. 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 എനിക്കൊരു ചെമ്മരിയാടായിട്ടാ തോന്നണേ. അപ്പൊ ഡയാന എന്ത് മാനാ? പുള്ളിമാൻ. എന്റെ വാപ്പ എന്നെ വിളിക്കുന്ന പുള്ളിമാൻ എന്നാണ്. അതെ അതെ. ആണോ? ശരിക്കും എന്റെ മുഖം നിറയെ പുള്ളിയാണ്. പുള്ളികളാണ്. ആക്ച്വലി ഇപ്പൊ ഞാൻ കൺസീൽ ചെയ്തേക്കുവാണ്. വാപ്പ എന്നെ വിളിക്കുന്ന പുള്ളിമാൻ എന്നാ. തുള്ളി തുള്ളി നടക്കുവല്ലേ? തുള്ളിയല്ല പുള്ളി. അല്ല, തുള്ളി തുള്ളി നടക്കുന്ന പുള്ളിമാനെ എന്നാ വിളിച്ചത്. അങ്ങനെ താത്തയോ? അങ്ങനെയല്ല, പുള്ളി മാനെന്നാ വിളിക്കണേന്ന് മാത്രമേ ഉള്ളൂ. അത് ഓൾഡ് മാൻ വിളിക്കാം. ഓൾഡ് മാൻ. താത്തനെയോ? ഓൾഡ് മാൻ. ഓൾഡ് മാനോ? അല്ല, വുമൺ. ഓൾഡ് സോറി. ആ ഒന്നും പറഞ്ഞില്ല. അത് കണ്ടാമറക്കുവാണെങ്കിൽ ഇത് പുലിയാ കേട്ടാ. പുലിയാ. ആ അടിച്ചു തിന്നാളെ. സുന്ദരി താത്തയല്ലേ? ആ അങ്ങനെയൊക്കെ സോപ്പിടും. സോപ്പിട്ട എളുപ്പമുള്ള കഥ താത്ത പറഞ്ഞില്ല, അല്ലെങ്കിൽ ഒന്നും പറയത്തില്ല. നല്ല കഥ കിട്ടണമെങ്കിൽ സോപ്പിടണം. സോപ്പിടണം. അതെ. 3 സിനിമയുടെ കഥ കൂട്ടി പറയും. ഏറ്റവും ആദ്യം സിനിമകൾ പറയുന്ന ആൾക്ക് സോപ്പ് അല്ല പെർഫോം. അച്ഛനെ കൺമുമ്പിൽ വെച്ച് പുലി കൊല്ലുന്നത് കണ്ടാണ് അവന് പുലിയോട് വാശി കൂടിയത്. പുലിയെ അതിൻ്റെ മടയിൽ പോയി കൊല്ലണം എന്ന മൂപ്പൻ്റെ വാക്ക് കേട്ട് അവൻ മാമനെയും കൂട്ടി പുലിയെ കൊല്ലാൻ കാട്ടിലേക്ക് പോയി. അതേസമയം പുലി നാട്ടിലിറങ്ങിയിരിക്കുകയായിരുന്നു. അതിനെ കൊല്ലാൻ നാട്ടുകാർ ഒരു വേട്ടക്കാരനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. പുഴ നീന്തിക്കടന്ന് അയാൾ അങ്ങോട്ടെത്തി വിത്ത് പട്ടി. എന്നാൽ നാട്ടുകാർക്ക് ആ വാറുണ്ണിയെ ഇഷ്ടമാവുന്നില്ല. അയാൾ അവർക്കൊരു ശല്യമായി മാറുന്നു. തൻ്റെ കാമുകൻ്റെ മരണത്തിന് കാരണം വാറുണ്ണിയാണെന്ന് മനസ്സിലാക്കിയ ഒരു പെൺകുട്ടി പോലീസിന് വാറുണ്ണിയെ ഒറ്റിക്കൊടുക്കുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കൊണ്ടുപോകുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് അയാൾ നല്ലവനായ ഉണ്ണിയല്ല എന്നും പ്രകൃതി സ്നേഹിയെ പോലെ അഭിനയിച്ച് അയാൾ വളർത്തിയ ചെടികളെല്ലാം കഞ്ചാവ് ചെടികളായിരുന്നു എന്നും. ആർക്കാ 3 സിനിമയും കിട്ടിയത്? ആർക്കാ? അന്തർജനത്തിന് 3 കിട്ടി. നിങ്ങൾക്ക് 3 കിട്ടി. ഇവിടെ 2 കിട്ടി. അപ്പൊ 2 കിട്ടിയവർ ആദ്യം പറയട്ടെ. നമ്മള് ബാക്കി ഒരെണ്ണം പറഞ്ഞ് വിജയിക്കുമല്ലോ എന്തായാലും. അവസരം പുലിമുരുകൻ, മൃഗയ. അയ്യോ, മൂന്നാമത്തെ ബാക്കി സാന്ദ്ര പറ. സാൻഡി കറക്റ്റ് തന്നെ. പുലിമുരുകൻ, മൃഗയ, അമർ അക്ബർ അന്തോണി. ഇവർക്ക് പുലിമുരുകനും അറിയാം, അതായത് മമ്മൂക്കയുടെ സിനിമ അറിയാം, ലാലേട്ടന്റെ സിനിമ അറിയാം. എന്റെ വേഷവും ഞാൻ അഭിനയിച്ച സീനും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തില്ലേ? സുന്ദരനായ ഉണ്ണിയല്ല, നല്ലവനായ ഉണ്ണി. നല്ലവനായ ഉണ്ണിന്ന് ചൂണ്ടിക്കാണിച്ചു. ചുമ്മാ നേരത്തെ സോപ്പിട്ടതാ. അല്ല, അത് ഭയങ്കര മോശം. എനിക്ക് വേദനിച്ചു. ജയശ്രീക്ക് പറഞ്ഞ അങ്ങനെയൊന്നും പറയരുത്. നമ്മൾ ഇത്രയൊരു സിനിമ ചെയ്തിട്ട് അത് കാണാതെ, അത് വളരെ ഹിറ്റായ ഒരു സിനിമ. അത് ടീച്ചറെ മനസ്സിലാ പേടി ഉള്ളോണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം ചിലപ്പോ. പിഷുവിന്റെ അത് അത്ര ഓർമ്മ വരാഞ്ഞതാണോ? അല്ല, പ്രായത്തിന്റെയാ. അപ്പൊ ഇങ്ങനെ റബ്ബർ ബോർഡ് പോലെ ഇനി വലിച്ചു കിട്ടണ്ട, ഞങ്ങളോടൊപ്പം ഇരിക്കാം. എന്നാ ഇരിക്കും. അതിന് മുൻപ് അപ്പോ ഇനി അടുത്തായി പെർഫോം ചെയ്യുന്നത് നമ്മുടെ സാൻഡിയാണ്. സാൻഡി, ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അമ്മയുടെ ബാബച്ചി, നിങ്ങളുടെ സാൻഡിച്ചി. ഞാൻ സാൻഡി. രമേശ് ചേട്ടാ, ചേട്ടൻ്റെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു? എന്റെ ഒരു മോട്ടറോള C200 എന്ന് പറഞ്ഞൊരു മോഡല്. ഓക്കെ. പടച്ചോനെ, താത്തയുടെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു? അല്ലേ വേണ്ട, പണ്ടേ ബീരാനിക്ക താത്തയുടെ എന്തെങ്കിലും സ്വഭാവം കാരണം അതെവിടെയെങ്കിലും കൊണ്ടേ കുഴിച്ചിടാൻ ഞാൻ സാധ്യത കാണുന്നു. എൻ്റെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു നിങ്ങൾക്കറിയോ? ഗസ് ചെയ്തേ. അൽക്കാട്ടിൽ അല്ല. എറിക്സൺ അല്ല, ഒരിക്കലും അല്ല. ലാൻഡ് ഫോൺ. നോക്കിയ. ഐഫോൺ. ഞാൻ പറയട്ടെ, ധൂമ ചാലി 50 രൂപയുടെ ഉത്സവപ്പറമ്പിന് കിട്ടുന്ന സാധനമായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഫോൺ. എൻ്റെ അമ്മയുണ്ടല്ലോ, ഞാൻ കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുള്ളിക്കാരിയുടെ കയ്യും കാലും പിടിച്ച് അവസാനം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫോൺ മേടിപ്പിച്ചു.
ഫോൺ മേടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് ഫേസ്ബുക്ക് ആയിരുന്നു കേട്ടോ. ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടവരെയും കേട്ടവരെയും എല്ലാവരെയും ഞാൻ അതിലെന്തായാലും ഫോളോ റിക്വസ്റ്റ് ഒക്കെ അയച്ച് ഞാനാണെങ്കിൽ ഫ്രണ്ട്സ് ആകാൻ വേണ്ടി നോക്കി. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു മാമന്മാരും അമ്മായിമാരും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും അല്ലാതായി പോയത്. പക്ഷേ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഞാനും പറയും. എൻ്റെ മാമൻ പുള്ളിക്കാരനെ ഞാൻ എന്തായാലും അതിൻ്റെ അത് ആഡ് ചെയ്തു. മാമനെ കൊണ്ട് പൊറുതി മുട്ടിയ ഞാൻ. കാര്യം എന്താണെന്നറിയോ, പുള്ളിക്കാരൻ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മരുന്ന് കഴിക്കാൻ പറഞ്ഞാലും പുള്ളിക്കാരൻ എന്തായാലും എനിക്ക് ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ അയച്ചിരിക്കും. അത് എല്ലാ ദിവസവും വരുന്നത് എങ്ങനെയാണെന്നറിയോ, ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ, ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ, ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ. കണ്ട് ഞാൻ മടുത്തു. അവിടെ ഇരിക്കുന്ന മാമൻ അത് ആക്ച്വലി ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അത് കണ്ടിട്ട് ഞാനാണെങ്കിൽ വെറുത്തുപോയി. പക്ഷെ അതിൻ്റെ അകത്തുണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ പ്രാവാണെന്ന് പറഞ്ഞുകൊണ്ട് കൊളക്കോഴിയുടെ പടമുള്ള സാധനമൊക്കെയാണ് എനിക്ക് അയച്ചു തരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഡിപ്രഷൻ അടിക്കും. അത് കണ്ടിട്ട് ഞാനിങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ താഴെ ക്യാപ്ഷൻ, സ്നേഹമാണ് അഖിലസാരം മൂഴിയിൽ. സ്നേഹം. ഈ വൃത്തിയാട്ട മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു മാവിൻ്റെ ചെറിയൊരില അങ്ങയുടെ പറമ്പത്ത് ചെറുതായിട്ടൊന്ന് വീണെന്നും പറഞ്ഞുകൊണ്ട് ആ മാവിൻ്റെ മൂട് വെട്ടിച്ച മരംകൊത്തി മോറനാണ് അങ്ങേര്. അതിൻ്റെ ഇടയ്ക്കാണ് അങ്ങേരുടെ ഞാൻ പറയുന്നില്ല. ഇത് കാരണം ഞാൻ എന്തായാലും ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു ഗൈസ്. ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തത് നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം, ഇൻസ്റ്റ ഡൗൺലോഡ് ചെയ്തു. ഇൻസ്റ്റ ഡൗൺലോഡ് ചെയ്ത സമയത്തുണ്ടല്ലോ എനിക്ക് ആ ടൈമിൽ ഒരു ക്രഷ് ഒരു ചേട്ടനുണ്ടായിരുന്നു. നല്ല കട്ടത്താടിയും ബാഹുബലിയുടെ ബോഡി, നല്ല അടിപൊളി ഒരു ചേട്ടൻ. പുള്ളിക്കാരനെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ പേര് ശംഭു എന്നാന്ന് മാത്രം എനിക്കറിയാം. പക്ഷെ പുള്ളിക്കാരൻ്റെ എന്താ പറയുക ഒരു രീതിയിലുള്ള അഡ്രസ്സോ അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇൻസ്റ്റ ID ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ സക്കംബർഗണ്ണൻ പുള്ളിക്കാരൻ എൻ്റെ മനസ്സറിഞ്ഞു. പുള്ളിക്കാരൻ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്കാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ശംഭുചേട്ടൻ്റെ ഫോട്ടോ എനിക്കിങ്ങനെ അയച്ചു തന്നു. എന്ന് പറയുമ്പോൾ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഇതൊക്കെ പുള്ളിക്കാരൻ എവിടെയോ ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പുള്ളിക്കാരന് നന്ദിയുണ്ട്. പുള്ളിക്ക് ഇത് അയച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ എന്തായാലും പുള്ളിയെ ഫോളോ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ നല്ല രീതിയിൽ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും ചേട്ടാ നമ്മളെന്തായാലും സെറ്റൊക്കെ ആയില്ലേ, എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തോടെ. ഭയങ്കര റൊമാൻറ്റിക് ആണ് കേട്ടോ എൻ്റെ ശംഭുചേട്ടൻ. പുള്ളിക്കാരനാണെങ്കിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഭയങ്കര പാവം ചേട്ടനാണ് കേട്ടോ. പുള്ളിക്കാരനെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒന്ന് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പോലും പുള്ളി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പഞ്ചപാവം ചേട്ടനാണ്. അപ്പം ഞാൻ ചേട്ടനെ എനിക്കിങ്ങനെ വീഡിയോ അയച്ചു തന്നപ്പോഴത്തേക്കും അതിങ്ങനെയായിരുന്നു, ശംഭുവിൻ്റെ പെണ്ണിനെ ശംഭു ഒരിക്കലും ഒരിടത്തും കൈവിടത്തില്ല, നീയാണെങ്കിൽ പോരുന്നോ ശംഭുവിൻ്റെ പെണ്ണാവാൻ. അവൻ്റെ അണ്ണാക്കിയിരുന്ന ശംഭു എൻ്റെ മോന്തയ്ക്ക് തെറിക്കാഞ്ഞത് എന്തോ ദൈവഭാഗ്യം. എന്നിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് ടിക്ടോക്ക് ഇന്ത്യക്കാർ ബാൻ ചെയ്യുന്നത്. ചൈനീസുകാരോടുള്ള സ്നേഹം കാരണമേ ഞാൻ എന്താ പറയുക, ആ സമയത്തും സക്കംബർഗണ്ണൻ ഒരിക്കലും കൈവിടത്തില്ലല്ലോ. പുള്ളിക്കാരൻ റീൽസ് ഇറക്കി പല രീതിയിൽ പല ട്രെൻഡുകൾ വന്നും മായും പോയപ്പോഴത്തേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? നമ്മളങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ 2003 ചെക്കൻ, 2004 പെണ്ണ്, അവൻ്റെ താഴെ ക്യാപ്ഷൻ 20 വർഷത്തെ പ്രണയം, അവസാനം അത് പൂവണിയുകയാണ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കല്യാണമാണെന്ന്. ആക്ച്വലി ഇവരൊക്കെ എവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നേ? ലേബർ റൂമിൽ വെച്ചോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് വെറും 1500 കോടി രൂപ. വെറും 1500 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മനോഹരമായ ഈ ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1500 കോടി രൂപ പോയിട്ട് എന്നെ ഇപ്പം തെക്കോട്ടെടുത്ത എൻ്റെ ദേഹം പുതയ്ക്കാൻ പോലും എൻ്റെ കയ്യിലൊരു കോടിമുണ്ട് മേടിക്കാൻ പോലും എൻ്റെ കാശില്ല. അതിൻ്റെ ഇടയ്ക്കാണ് 1500 കോടി രൂപ. അത് കഴിഞ്ഞ് അടുത്തത്, നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കുക. അത് ഫസ്റ്റ് കണ്ടന്റ് ആണ് കേട്ടോ. സെക്കൻഡ് കണ്ടന്റിന് ഒരു നഴി അരി എടുക്കുക. ആദ്യത്തെ കണ്ടന്റ് ആദ്യം പറയാം. ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് അതങ്ങോട്ട് കൈവച്ച് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഫുള്ള് ബിസ്ക്കറ്റ് എല്ലാം ട്രെയിൻ പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഓരോന്നായിട്ട് എണ്ണിയിട്ട് അതെന്തായാലും ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. അപ്പോൾ ആ എണ്ണയ നമ്പർ അങ്ങോട്ട് പറഞ്ഞിട്ട് ആ ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിന് തന്നെ കിട്ടും 100K. അതിൻ്റെ ഇടയ്ക്ക് അടുത്തത് ഒരു നാഴി അരി എടുക്കുക. ഒരു നാഴി അരി എടുത്തിട്ട് അതിൻ്റെ അകത്ത്
എത്ര അരി ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ 1, 2, 3 എന്നുള്ള രീതിയിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് അങ്ങോട്ട് കൊടുക്കുക. അപ്പം അതിനും കിട്ടും ഒരു 200K. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ചെയ്തായിരുന്നു കേട്ടോ. ഞാനും ട്രൈ ചെയ്തു, എനിക്കും കിട്ടി ആവശ്യത്തിന് ലൈക്ക്. എന്നിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, ഞാൻ ലൈക്കൊക്കെ കിട്ടി, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കമൻറ്റ്, നല്ല കമൻറ്റാണ്, ഞാൻ പറഞ്ഞുതരാം. നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഒരു കൺമുമ്പ് കിട്ടിയാൽ ഞാൻ നിന്നെ തുപ്പും, ഞാൻ നിന്നെ തുടർച്ചയായിട്ട് തുപ്പും. ഇതായിരുന്നു അതിൻ്റെ കമൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ അതിൻ്റെ വിഷമത്തിലിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ പിന്നെ ഈ കൊല്ലത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ, ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആ ഒരു രീതിയിലെങ്കിലും ഇച്ചിരി റീച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിലെ 70കളിലെ വസന്ത അമ്മായി പുള്ളിക്കാരി അതിൻ്റെ താഴെ കമൻ്റ് ഇടുക, പെരപ്പുറത്ത് ഉണക്കാനിട്ട തുണി പട്ടി കടിച്ച് കീറിയിട്ട് അതിനെ പോലും അവൾ വെറുതെ വിട്ടില്ലെന്ന്. എന്നിട്ട് അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഡിപ്രസ്ഡ് ആയി ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആ ഒരു വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ ഇങ്ങനെ ഇനി അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മായിയുടെ മോൻ മെസ്സേജ് വന്നിട്ട് പറയുക, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. താങ്ക് യു. നല്ലൊരു കൈയടി. സാൻഡി കുറെ ന്യൂജൻ ടോപ്പിക്സ് ആണ് കൊണ്ടുവന്ന് പറഞ്ഞത് അല്ലേ? നന്നായിരുന്നു. രമേശ് ഏട്ടാ, സാൻഡി എന്തോ കുറെ നല്ല തമാശ ഉണ്ടായിരുന്നു. ആ ശംഭുവിലെത്തിയതോടുകൂടി എൻ്റെ പിടി വിട്ടുപോയി. ശംഭു വളരെ ഗംഭീരമായിട്ടൊരു തമാശയായിരുന്നു. പിന്നെ ആ റീൽസിൻ്റെ കാര്യങ്ങൾ, റീൽസിലെ ലൈക്ക്, നമ്മളുടെയൊക്കെ ചില പല പോസ്റ്റുകളുടെയും താഴെ നിങ്ങൾ പ്രമേഹമുള്ളവരാണോ, പ്രമേഹം കുഴയ്ക്കാനുള്ള വഴികൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവനവൻ്റെ മാർക്കറ്റിങ്ങിന് വേണ്ട കാര്യങ്ങൾ ഇവിടെ ഒരുപാട് പേര് നമ്മുടെ കമൻറ്റിൽ വന്ന് ഇടാറുണ്ട്. ഈ റീൽസുകളിൽ കാണുമ്പോഴും കാണുന്ന ഒരുപാട് വിഷയങ്ങളെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. അമ്മാവൻ അമ്മായിയൊക്കെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞതൊക്കെ നല്ല രസമുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് തോന്നിയത് അവിടെ കുറേ വിഷയങ്ങളുള്ളൊരു പ്രദേശത്തു കൂടെ അതിലെ അധികം വിഷയങ്ങളിൽ പിടിക്കാതെ പോയതായിട്ട് എനിക്ക് തോന്നി. അടുത്ത തവണ വരുമ്പോൾ കുറച്ചുകൂടെ നർമ്മം അവിടുന്ന് പിടിച്ചുകൊണ്ട് വരിക. ബാക്കിയെല്ലാം ഗംഭീരമായി. സാൻഡി നല്ല പെർഫോമൻസ് ആയിരുന്നു സാൻഡിയുടെ. സാൻഡി ഒരു വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അതുതന്നെയാണ് സ്ട്രെങ്ത്തും. ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതിൽ വളരെയധികം കോൺഫിഡൻസോട് കൂടിയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരുന്നതും ഒക്കെ. ഫോൺ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തൊട്ട് കിടന്നുറങ്ങുന്ന വരെ നമുക്കതില്ലാതെ പറ്റില്ല. അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല പല കാര്യങ്ങളും സാൻഡിയുടെ അനുഭവങ്ങളിലൂടെ സാൻഡി പങ്കുവച്ചു എന്നുള്ളത് വളരെ നന്നായിരുന്നു. ശംഭു തന്നെയായിരുന്നു ഇഷ്ടപ്പെട്ടത്. അല്ല, നല്ല രസമുണ്ടായിരുന്നു. ഈ സാൻഡിയൊക്കെ ഈ ഫോൺ മേടിക്കുന്ന കാലഘട്ടത്തിൽ അന്യം നിന്ന് പോയ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പേര് ഓർക്കുട്ട് എന്നായിരുന്നു. അറിയാമോ? ആ ഓർക്കുട്ട് സൂപ്പറായിട്ട് നിന്ന സമയത്ത് ആ പേരിലൊരു സിനിമ ഇറങ്ങിയായിരുന്നു. ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട്. അതെ, പക്ഷെ ആ സിനിമ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഈ ഓർക്കൂട്ടിന് പകരം വാട്സാപ്പ് വന്നു. വാട്സാപ്പ് എല്ലാവരും ഫേസ്ബുക്ക് വന്നു. ഫേസ്ബുക്ക് എല്ലാവരും പോപ്പുലറായി. ആ സമയത്തെ ഈ ഫോണിന്റെ ഇടയിൽ, ലാൻഡ് ഫോണിന്റെ മൊബൈലിന്റെ ഇടയ്ക്ക് പേജർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. പേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെസ്സേജ് വന്നിട്ട് ബൂത്തിൽ കയറി വിളിക്കണം. വിളിയെന്നും പറഞ്ഞുള്ള മെസ്സേജ് മാത്രമേ വരുള്ളൂ. ഇതിന്റെ രണ്ട് പേജർ ഇത്തിരി കൂടെ എക്സ്പെൻസീവ് ആണ്. അതൊട്ടും വിലയില്ലാത്തൊരു കാര്യം ഉണ്ടായിരുന്നത്. അത്ര വിലയില്ലാത്തതും എന്നാൽ കൊണ്ടു നടന്നതുമായ ഒരു സാധനമായിരുന്നു ഡിജിറ്റൽ ഡയറി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഡിജിറ്റൽ ഡയറി ഇച്ചിരി തുറന്നാലൊക്കെ എന്തോ ഒരു ചെറിയ കമ്പ്യൂട്ടർ പോലെ ഇരിക്കും. ആൾക്കാർ ഞെട്ടിപ്പോ. എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതിലുണ്ടായിരുന്നത് 32 KB ആണ് അതിൻ്റെ മെമ്മറി. വെറും 32 KB. അതിലൊരു 180 ഫോൺ നമ്പറുകൾ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതിങ്ങനെ തട്ടി വെക്കണം. പക്ഷെ ഞാൻ അന്ന് സലീം കുമാർ എന്ന ട്രൂപ്പിന്റെ മാനേജറാണ്. ചില ഉത്സവപ്പറമ്പിലൊക്കെ ചെന്ന് നിന്നിട്ട് അത് തുറന്നെടുത്തിട്ട് ഞാൻ ചില കാൽക്കുലേഷനും, പക്ഷെ വിളിക്കണേ ബൂത്തിൽ പോകണം. ബൂത്തിൽ പോയാലും അത് തുറന്നിട്ട് നമ്പർ എടുക്കണം കഴിഞ്ഞു. പക്ഷെ അന്നൊക്കെ അത് കണ്ട് ജനം ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുമായിരുന്നു. ഇവൻ ആരടാ ഒരിറക്ക് സാധനമായിട്ട് വന്നേന്നൊക്കെ ഉള്ള ഒരു കാലഘട്ടം. എന്തായാലും സാൻഡി നല്ല പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, മാർക്സ് അറിയാം. ഇനി അടുത്തതായി മത്സരിക്കാൻ എത്തുന്നു ജയശ്രീ. എൻ്റെ ഫസ്റ്റ് പെർഫോമൻസ് TV ടെലികാസ്റ്റ് വന്നു. എനിക്ക് സ്വല്പം ഗമയൊക്കെ ആയി, വാല് കിളുത്ത്. ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് ഒരു മെസ്സേജ് അയച്ചു, എടി എനിക്ക് എൻ്റെ TV കണ്ടിട്ട് എന്നെ ഒട്ടും ഇഷ്ടം ഇഷ്ടപ്പെട്ടില്ല. വലിയ മുഖവും ചെറിയ കണ്ണും ഊളച്ചിരി. അപ്പോൾ ഇവളങ്ങനല്ല, എടി നീ സുന്ദരിയാന്നൊക്കെ പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവളെനിക്ക് റിപ്ലൈ ഇട്ടു,
ശരിയാടി, ചിലരങ്ങനെ ടിവിയിലും കൊള്ളത്തില്ല, നേരെ കൊള്ളത്തില്ല. പക്ഷെ എൻ്റെ ആവേശം ഇതുകൊണ്ടൊന്നും കെട്ടില്ല. ഞാൻ നേരെ എൻ്റെ ഓഫീസിൽ ഇതിലും കൂടുതൽ ആവേശത്തിൽ അങ്ങ് പോയി. പിറ്റേ ദിവസം ഓഫീസിൽ ചെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ പെർഫോമൻസ്? അപ്പം എൻ്റെ ആവേശം കണ്ടിട്ടാണെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു, മാഡം കലക്കി, സൂപ്പർ, അസലായി. പക്ഷേ ഞാൻ കണ്ടില്ല. പിന്നെ നിങ്ങൾ ഈ കാലം മറുപടി പറയുക, ചുട്ട മറുപടി കൊടുക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എവിടെ? ഇംഗ്ലീഷ് മീഡിയം പ്രോഡക്ട്സ് അല്ലേ? ഞാൻ പറഞ്ഞുതരാം. ഈ ചുട്ട മറുപടിയും കാലം മറുപടിയും നമ്മൾ ഈ ബസ്സിലൊക്കെ കയറത്തില്ലേ? അപ്പം ചില ഞരമ്പന്മാരില്ലേ നമ്മളെ തോണ്ടുക, ഞോണ്ടുക, കണ്ണിൽ നിന്നും ലേസർ രശ്മികൾ വിട്ടുകൊണ്ട് നമ്മുടെ ശരീരഭാഗത്തിലൂടെ അങ്ങനെ ഉഴിച്ചിൽ നടത്തുക തുടങ്ങിയ ഓഞ്ഞ കലാപരിപാടികളൊക്കെ ചെയ്യുന്നവർ, അവർക്ക് നമ്മൾ കാലം മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞ് നോക്കി നിന്നിട്ട് കാര്യമുണ്ടോ? അപ്പം തന്നെ കൊടുത്തേക്കണം. ഇനി അതെങ്ങനെ പിള്ളേരെ, എങ്ങനെ അവരെ വശീകരിച്ച് നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവരണം. വേണമെങ്കിലേ ചതുരം, രതിനിർവേദം തുടങ്ങിയ സിനിമകളൊക്കെ മനസ്സിലേക്ക് അങ്ങോട്ട് ആവാഹിച്ചോളുക. ഇവരെ നിങ്ങളുടെ അടുത്ത് എത്തിക്കഴിയുമ്പം നിങ്ങളുടെ കാലിൽ ആ പോയിൻ്റെ ഷൂ ഇല്ലേ, അത് വെച്ചങ്ങോട്ട് ഞെരടി 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 അങ്ങോട്ട് വിട്ടേക്കണം. അപ്പം കാലമല്ല മറുപടി പറയണ്ടേ, പിന്നെ ആരാ? നിങ്ങളുടെ കാല മറുപടി പറയണ്ടേ. അവിടെ കൊണ്ടൊരു കയ്യടി. ഇനി നിങ്ങൾ കയ്യടിച്ചില്ലെങ്കിൽ ഞാൻ കയ്യടിക്കും. ഈ മറുപടി ഞാൻ വന്ന് എൻ്റെ മോളോട് പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു. അപ്പോൾ അവളെ ചോദിക്കുക, അമ്മ അങ്ങനെയാണേലേ ഞങ്ങളിനി യാത്രയൊക്കെ പോകുമ്പം ഒരു ദോശക്കല്ലൂടെ കൊണ്ടുപോട്ടെ. ഞാൻ ചോദിച്ചാൽ എന്തിനാ മോളെ ദോശക്കല്ല്? അപ്പോൾ അവളുടെ മറുപടി കേൾക്കണോ? ഒരു ദോശക്കൽ കിട്ടിയിരുന്നെങ്കിൽ ചുട്ട മറുപടി കൊടുക്കാമായിരുന്നു. അപ്പോൾ അങ്ങനെ കാലം മറുപടിയും ചുട്ട മറുപടിയും കഴിഞ്ഞു. ഇനി ചില വീരന്മാരുണ്ട്, അവർക്ക് എന്തു പറഞ്ഞാലും അപ്പം അബദ്ധമേ അവരുടെ വായിൽ നിന്ന് വരത്തുള്ളൂ. അതായത് എൻ്റെ ചേച്ചി കഴിഞ്ഞ ദിവസം റിട്ടയറായി. റിട്ടയർമെൻറ്റിൻ്റെ അത് ചേച്ചി അങ്ങ് കട്ടക്കലിപ്പിലായിരുന്നു. ഒരു ഫംഗ്ഷനും വേണ്ടെന്ന് അങ്ങ് ഷഡിച്ചു. കാരണം എന്തെന്നാൽ ഉക്രൈൻ ഗാസ യുദ്ധമാണോ? ഞാൻ ചോദിക്കുകയാണ്. ഒന്നുമല്ല, ചേച്ചിക്ക് പ്രമോഷൻ കിട്ടിയില്ലായിരുന്നു. ചേച്ചി അങ്ങ് കട്ടക്കലിപ്പിൽ അവിടെ ഇരിക്കുക. അപ്പം വൈകുന്നേരം ആയപ്പോൾ പ്യൂൺ സണ്ണി അടുത്ത് വന്നു. ചേച്ചി കലിപ്പിൽ അങ്ങോട്ട് ചോദിച്ചു, എന്നാ? സണ്ണി പറഞ്ഞു, മാഡം ഒന്നും ധരിക്കല്ലേ, ഒരു ഫോട്ടോ എടുത്തോട്ടെ. ഇനി ചിലരാണ് വടി കൊടുത്ത് തടി മേടിച്ചേ പോകുള്ളൂ. അങ്ങനത്തെ ചില ആൾക്കാരുണ്ട്. എൻ്റെ അനിയന്, ഇവനാണെങ്കിൽ ഒരു ഓർഗാനിക് രോഗമാണ്. അവനാണെങ്കിൽ അതായത് കടയിൽ ചെന്ന് പഴം കണ്ടാൽ ചൂണ്ടിച്ചോടിക്കും ഇത് ഓർഗാനിക്കാണോ, പച്ചക്കറി കണ്ടാൽ ചോദിക്കും ഇത് ഓർഗാനിക്കാണോ, എന്ത് കണ്ടാലും ഓർഗാനിക്. അതുകൊണ്ട് അവൻ്റെ പേര് ഓർഗാനിക് ചന്ദ്രൻ. ഇവൻ കഴിഞ്ഞ ദിവസം മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയി. എന്നിട്ട് ഒരു പാക്കറ്റ് പാറ്റാഗുളി എടുത്തിട്ട് ചോദിക്കുക ഇത് ഓർഗാനിക്കാണോ. അപ്പം കടക്കാരൻ പറഞ്ഞു, അല്ല സാർ, കുറച്ച് എലിവേഷമുണ്ട്, ഓർഗാനിക് എടുക്കട്ടെ. പിന്നെ ചിലർ നമ്മുടെ ആക്കിയ മറുപടി പറയും. അതിൻ്റെ ഉസ്താദ് എൻ്റെ മോനാണ്. എനിക്കാണെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ കറി വെക്കാനൊക്കെ കുറച്ച് മടിയാണ്. കുറച്ച് ഈ കൂട്ടാനൊക്കെ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കും. രസമല്ല ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ സാമ്പാർ അങ്ങ് തട്ടിക്കൂട്ടി വെക്കും. തിങ്കളാഴ്ച പരിപ്പിട്ട സാമ്പാർ, ചൊവ്വാഴ്ച പരിപ്പിടാത്ത സാമ്പാർ, ബുധനാഴ്ച പുളിയിടാത്ത സാമ്പാർ, വ്യാഴാഴ്ച ഇതേ സാമ്പാർ അങ്ങ് തട്ടിക്കൊടുത്തു. എന്നിട്ട് മോനോട് ചോദിച്ചു, രസ്യൻ സാമ്പാറല്ലേ മോനെ? അപ്പം അവൻ്റെ മറുപടി, അമ്മ ഈ സാമ്പാറിൻ്റെ ഇനിഷ്യലാണോ രസ്യൻ? അപ്പം ഇനി ഒരു തമാശ പറയട്ടെ. അപ്പം ഇത്രയും നേരം പറഞ്ഞ ശോകമാണോന്നല്ലേ? അണ്ട് അവിടെ അതിനും കൈയടിക്കുന്നുണ്ട്. അതായത് എൻ്റെ നാത്തൂന് ഭയങ്കര തമാശക്കാരിയാന്നേ, നമ്മളെ താത്തയെ പോലെ. എൻ്റെ ആങ്ങള നാത്തൂനോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, കഴിഞ്ഞ ക്രിസ്മസ് വേളയിൽ, എടി നിനക്ക് ഈ മുന്തിരി വൈൻ ഒത്തിരി ഇഷ്ടമാണോ? അപ്പോൾ അവൾ പറഞ്ഞു, ചേട്ടാ എനിക്ക് മുന്തിരി വൈനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ഒന്നുകൂടി ഇഷ്ടം സണ്ണി വൈനാ. ഈ സണ്ണി വൈൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ എൻ്റെ അനിയത്തി ബിനിയുണ്ട്, അവനാണ് ഈ സണ്ണി വൈൻ്റെ ഭയങ്കര കട്ട ഫാനാണ് അവൾ പക്ഷെ ഒരു നിഷ്കളങ്കയാണ്. ഞങ്ങൾ ഈയിടെ ഒരു ധ്യാനത്തിന് പോയി. അവിടെ ചെന്നപ്പോൾ അച്ഛൻ സ്വാഭാവികമായിട്ട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖകരമായി തോന്നിയ ഒരു അനുഭവം ഒന്ന് നിങ്ങൾക്കിവിടെ വർണ്ണിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അനിയത്തി മിനി ചാടി എഴുന്നേറ്റു. എൻ്റെ ഹൃദയം കിടന്ന് പട്ടപടാന്ന് അടിക്കാൻ തുടങ്ങി. കാരണം ഒന്നാമതേ ഇവൾ ഒരു സ്വല്പം മെച്യൂരിറ്റി കുറവാണ്. ഇനി എൻ്റെ ഊള മറുപടിയാണോ വിളമ്പുന്നതെന്ന് ഓർത്ത് ഇവളെ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, അച്ഛോ എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖം തോന്നിയ നിമിഷം, ആ നിമിഷം ചെവിത്തോണ്ടി കൊണ്ട് ചെവിക്കായൻ തോണ്ടി എടുത്തപ്പോൾ സുഖം മാത്രമല്ല ചോ, കുറച്ച് ആശ്വാസവും തോന്നി. ഇനി അവസാനമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പ്രേമാർദ്രമായ മറുപടിയും കൂടെ നിങ്ങളോട് പറയാൻ പോവാതെ പറ്റുമോ? അതെൻ്റെ കെട്ടിയോനിൽ നിന്നാണ് കിട്ടിയത്. ഞാൻ കഴിഞ്ഞ ദിവസം പുള്ളിയോട് പറഞ്ഞു, ചേട്ടാ
നമ്മൾ ഈ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പം ദൈവം അവിടെ ഒരു കസേരകൾ നടത്തുവാന്ന് വെച്ചോ, എന്നിട്ട് ഒരു ഓഫർ വെക്കുമോ ദൈവം, 1, 2 സ്ഥാനക്കാരെ തിരിച്ച് പേരായിട്ട് ഭൂമിയിലേക്ക് വിടാവുന്ന. ചേട്ടൻ 1-ാം സ്ഥാനം, എനിക്ക് 2-ാം സ്ഥാനം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ചേട്ടൻ്റെ ഒരു മറുപടി? പുള്ളിയുടെ മുഖത്ത് ഒരു വികാരവും ഇല്ലായിരുന്നു, പുള്ളിക്ക് ഒരു സന്തോഷവും ഇല്ല. ഞാൻ ചോദിച്ചാൽ എന്താ ചേട്ടാ ഒരു സന്തോഷം ഇല്ലാത്തത്? 2-ാം സ്ഥാനത്ത് നീയല്ലേ, തീർന്നില്ലേ, നമുക്കങ്ങനെ വിടാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു അതെന്നെ കേട്ടോ ആ മറുപടി അങ്ങ് പറഞ്ഞത്. നമ്മളൊരു 10-30 വർഷമായിട്ട് നല്ല റൊമാൻറ്റിക് ആയിട്ടൊക്കെ അങ്ങനെ കഴിയുമല്ലേ. അപ്പോൾ ഈ പുള്ളിയുടെ മേത്ത് ഉമ്മറ് കയറിയെന്നേ. എന്നിട്ടൊരു പറച്ചില്, മുളി ശോഭി, ഞാനൊരു വികാര ജീവിയാണ്, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ഈ പുള്ളിക്ക് നമ്മളൊരു മറുപടി കൊടുക്കണ്ടേ? ഞാൻ കൊടുത്തു. അന്ന് വൈകിട്ട് തന്നെ കുളിച്ച് ഒരുങ്ങി സുന്ദരിയായി മുല്ലപ്പൂവൊക്കെ അങ്ങ് ചൂടി, എന്നിട്ട് ലിപ്സ്റ്റിക്കും ഒക്കെ വെച്ചിട്ട് പുള്ളിയുടെ മുമ്പിൽ ചെന്ന് നിന്നു. നമ്മുടെ ഈ സ്പടികം സിനിമയിലെ ആടുതോമയുടെ മുമ്പിൽ നമ്മുടെ സ്മിതക്കുട്ടി നിന്ന പോലെ ആടിപ്പാടി അങ്ങ് തിമിർത്തു. എങ്ങനെയായിരുന്നു കാണണോ? ഏഴിമല പൂഞ്ചോല മാമലയ്ക്കു മണിമാല പുത്തഞ്ഞാറ്റുവേല കൊഞ്ചടി 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 മുത്ത. ചേട്ടായി ഇൻഹെയിലർ, ചേട്ടായി ഇൻഹെയിലർ. ഞാൻ ഇത്രയും കിടന്ന അണച്ച് പറിച്ചിട്ട് പുള്ളിയുടെ മുഖത്ത് ഒരു വികാരമില്ല. ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ഈ കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്നേ? അപ്പം പുള്ളിയുടെ മറുപടി, നീ സിൽക്ക് സ്മിതയാണോ ആസ്മാ സ്മിതയാണോ? തന്നെയല്ല, ഈ തേങ്ങ വത്തരച്ചാലും താളല്ലേ കറി. ജയശ്രീ, അപ്പോൾ ഇവരിൽ ആരാണ് ദ ബെസ്റ്റ് പെർഫോമർ നമുക്ക് പറയാം? രമേശ് മാർക്സ് പ്ലീസ്. സാന്ദ്രയ്ക്ക് 50-ൽ 45, ജയശ്രീ 50-ൽ 46. സാൻഡി 50-ൽ 44, ജയശ്രീ ചേച്ചി 50-ൽ 45. Sandy is getting 89 out of 100 and Jayashree Chechi is getting 91 out of 100. Thank you, thank you. Best performer is Jayashree. നല്ലൊരു കൈയടി. താങ്ക് യു. Once Upon a Time സീസൺ 4 മത്സരാർത്ഥികളെ കാത്തിരിക്കുന്നത് പറക്കാട് ജുവൽസ് നൽകുന്ന സമ്മാനം. സീസൺ 4 പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ funsupon8time@gmail.com എന്ന മെയിലിലേക്കോ അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കോ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക. Once Upon a Time സീസൺ 4 ഇന്നത്തെ മറ്റൊരു ഇവന്റ്ഫുൾ എപ്പിസോഡോടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണാം. Until then, bye bye.